ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇത് കണ്ടാലേ അറിയാം അല്ലേ. ബുക്ക് ഓഫ് ആൻസേഴ്സിന് നമ്മൾ ആൻസേഴ്സ് നോക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ഉള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസേഴ്സ് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സിനെ ചോദിക്കാം. ആൻഡ് ഇവിടെ ഞാൻ മോണോളജി ഡെക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഓടി കുറച്ച് കാര്യങ്ങളുടെ ആൻസർ ആയിട്ട് എന്ത് കിട്ടും നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ വെച്ചോളൂ. ഓക്കെ, ഞാൻ എനിക്ക് പറ്റുന്ന തരത്തിൽ ഞാൻ ഗൈഡ് ചെയ്യാം. എൻ്റെ മനസ്സിൽ ലൈക്ക് നമ്മൾ കാര്യം കാണുമ്പോൾ ആൻസർ കാണുമ്പോൾ എനിക്ക് ചില സിറ്റുവേഷൻ എനിക്ക് മാച്ചായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ പറയാം. ഓക്കെ, എല്ലാം വരണമെന്നില്ല. ഓക്കെ, സോറി, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, ഒരുപാട് കാര്യങ്ങളായിരിക്കും. എനിക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, സോ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ എടുക്കാം നമുക്ക്. 3 ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ മൈൻഡിൽ വെച്ച് 3 കേട്ടോളൂ, കുഴപ്പമില്ല. ഓക്കെ, ഡിഫറെൻറ്റ് കാര്യങ്ങളായിരിക്കാം നമുക്ക് ആൻസർ കിട്ടുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരേ കാര്യത്തിൻ്റെ 2-3 ഗൈഡൻസ് ആയിരിക്കാം, അങ്ങനെയും വരാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. ഇതിപ്പോൾ ജസ്റ്റ് ഒരുപാട് സ്ട്രെസ് എടുക്കണ്ട. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് വിചാരിച്ചോളൂ, അത്രമാത്രം. ഓക്കെ, ബാക്കി ഞാൻ കാണുന്ന പോലെ ഞാൻ പറയാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ഇന്നത്തെ റീഡിങ്. ഓക്കെ, യൂണിവേഴ്സ് പ്ലീസ് വ്യൂവേഴ്സിന് നല്ല അവരുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ എന്താണെങ്കിലും അതിന് എന്തെങ്കിലും ആൻസേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് ആൻസർ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നില്ല. ഓക്കെ, ഇറ്റ് സീംസ് അഷ്വേർഡ് എന്നാണ്. ഓക്കെ, സോ വെരി ഗുഡ്. നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അതിൻ്റെ ആൻസർ ഒരു വലിയ യെസ് ആണ്. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും, തീർച്ചയായിട്ടും നടക്കും. നിങ്ങൾ എന്തെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ സക്സസ്, ജോലി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടും. അഷ്വേർഡാണ്. അഷ്വേർഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഉറപ്പ് തരാണ്, ഷ്യൂരിറ്റി തരാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ എന്താണോ ശ്രമിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഇവിടെ വലിയൊരു യെസ് ആണ്. എന്ത് കാര്യത്തിലായാലും ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും, വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു സക്സസ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. സക്സസ് ആയാലും നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും സോൾവ് ചെയ്യണം, അങ്ങനെ അതെല്ലാം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടിയാണ്. എവിടെയെങ്കിലും യാത്ര പോകണോ, യെസ് നടക്കും. വിസ വെയിറ്റ് ചെയ്യുന്നുണ്ടോ, യെസ് നടക്കും. ഓക്കെ, എന്ത് തന്നെ ആയാലും. ഓക്കെ, ഏതെങ്കിലും പേഴ്സൻ്റെ കാര്യമാണോ, കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമാണോ, പേഴ്സൻ്റെ നിങ്ങളോട് ഇഷ്ടമുണ്ടോ, സ്നേഹമുണ്ടോ, എന്ത് തന്നെ ക്വസ്റ്റൻ ആയാലും ശരി, യെസ് യെസ് യെസ്. ഓക്കെ, അതും വളരെ ലൈക്ക് ഷ്യൂരിറ്റിയോടെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ തന്നെ എടുക്കാം, ആ ഒരു പവറോടെ തന്നെ നിങ്ങൾ എടുക്കുക. യെസ് എന്ന് വളരെ ഹൈ യെസ് ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം, ക്വസ്റ്റ്യൻ മനസ്സിൽ വേറെ ഉണ്ടെങ്കിൽ ആലോചിച്ചോളൂ, അല്ലെങ്കിൽ ഇതേ കാര്യത്തിന് ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ലെറ്റ്സ് സീ. റിമൂവ് യുവർ ഓൺ ഒബ്സ്റ്റക്കിൾസ്. ഓക്കെ, ഇവിടെ തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ ഏത് കാര്യത്തിന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ തന്നെയാണ് തടസ്സം. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നെ വേണമെങ്കിൽ കാണിച്ച് നോക്കാം. ഓക്കെ, നിങ്ങൾ തന്നെയാണ് ഇതിൽ തടസ്സം നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സായിരിക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി, നിങ്ങളുടെ ഉള്ളിൽ ഓവർ തിങ്കിങ്. ഓക്കെ, നിങ്ങൾ ഒരേ കാര്യം ആലോചിച്ച് ചിലപ്പോൾ അത് നെഗറ്റീവിലേക്ക് ഒരുപാട് പോകുന്നുണ്ടാവും. സോ അത് ആ കാര്യമാണ് ഇവിടെ ബ്ലോക്കേജ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യണോ എന്ന് വിചാരിച്ച് നിങ്ങൾ മടിച്ച് നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ ചോദ്യം അതായിരിക്കും, ഞാൻ ജോലി എനിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ പോരല്ലോ, അതിന് വേണ്ട ആദ്യം അപ്ലൈ ചെയ്യണ്ടേ. അപ്ലൈ ചെയ്യാനുള്ള ഒരു പേടി നമ്മൾ മാറ്റി വെച്ചിട്ട് വേണ്ടേ അപ്ലൈ ചെയ്യാൻ. അതേപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുക, അവരോട് തുറന്ന് പറയാൻ ലൈക്ക് നിങ്ങൾ പറയണോ, എന്ത് തന്നെയായാലും. ഓക്കെ, സോറി, നിങ്ങൾ ആലോചിക്കുക സിറ്റുവേഷൻ അനുസരിച്ച്. ഇവിടെ നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ബ്ലോക്കേജ്. ഓക്കെ, നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മേ ബി നിങ്ങൾ തന്നെയാണ് ഇവിടെ ബ്ലോക്കേജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, നെഗറ്റീവ് ആലോചിക്കുമ്പോൾ തന്നെ ശരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അത് തന്നെ നടക്കും എന്നാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ചിന്തകൾ, നിങ്ങളുടെ നെഗറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ അത് തന്നെ നടക്കുകയുള്ളൂ, സംഭവിക്കുകയുള്ളൂ. സോ പോസിറ്റീവ് തിങ്കിങ് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, മനസ്സിലെ പേടികൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഓക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശരിയായില്ലെങ്കിലോ, പറ്റിയില്ലെങ്കിലോ, പോകാൻ പറ്റിയില്ലെങ്കിലോ, വരാൻ പറ്റിയില്ലെങ്കിലോ, എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ, ഞാൻ പോരെയോ, ഞാൻ മതിയോ, അങ്ങനെ ചിന്തകൾ പ്ലീസ് എന്തൊക്കെയാണോ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് അതെല്ലാം ഒന്ന് മാറ്റിവിടുക. പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവ് അഫർമേഷൻസ് പറയുക ഡെയിലി. ഓക്കെ, രാവിലെ എഴുന്നേറ്റ് കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസ് യൂട്യൂബിൽ ഇഷ്ടംപോലെ ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ ഇഷ്ടംപോലെ കിട്ടും. ഓക്കെ, ഒന്നെടുത്ത് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാം നല്ലത് വരും എന്നുള്ള അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും പറയാം. ഓക്കെ, വാട്ട് എവർ ഐ വോണ്ട്, എനിക്ക് എന്താണോ ആഗ്രഹം, എൻ്റെ മനസ്സിൽ എന്താണോ കാര്യമുള്ളത് അത് നടന്നിരിക്കും എന്ന് നിങ്ങൾ തന്നെ അവനവനോട് പറയാം. ഓക്കെ, സോ നിങ്ങളുടെ മൈൻഡാണ് ബ്ലോക്കേജ് ഇവിടെ. സക്സസ് അല്ലെങ്കിൽ കിട്ടും എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത്, പക്ഷെ നിങ്ങളുടെ മൈൻഡ് ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു ആൻസർ കൂടി നമുക്ക് നോക്കാം. അത് എന്തുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരും എന്നറിയില്ല. സെയിം ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ആയിരിക്കാം. It's sure to make things interesting.
ഓക്കെ. ആൻഡ് ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ ഓക്കെ, ഇപ്പം നിങ്ങൾ ചോദിച്ച കാര്യം അത് ഓൾറെഡി അഷുറൻസ് തന്നു യൂണിവേഴ്സ്, യെസ് നടക്കും എന്നുള്ളത് അല്ലേ. ആൻഡ് നിങ്ങളുടെ മൈൻഡിന്റെ ബ്ലോക്കേജസിന്റെ കാര്യവും പറഞ്ഞു. ഇത് ശരിക്കും ഐ തിങ്ക് ഇതൊന്ന് വർക്കൗട്ടായിട്ട് വരുമ്പോഴേക്കും ഓക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിൽ തന്നെ കുറേ മാറ്റങ്ങൾ വരുന്ന കാര്യമായിരിക്കാം. ഓക്കെ, ലൈഫിലായാലും നിങ്ങളുടെ ലൈക്ക് ഇപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിലും ഐ തിങ്ക് അത് നടക്കുന്ന രീതി ഓക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതായത് കുറേ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും, ഒന്നാമത്തെ കാര്യം. അത് ഞാനില്ല എന്ന് പറയുന്നില്ല. ഓക്കെ, ബട്ട് അത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ കാര്യങ്ങൾ നടക്കുക, അങ്ങനെയാവാം. ഓക്കെ, ആൻഡ് ഇവിടെ ശരിക്കും നിങ്ങളുടെ ലൈഫിനെ തന്നെ ഒന്ന് ലൈക്ക് കുറച്ച് ഇത് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോണ്ടല്ലോ ഐ തിങ്ക് നിങ്ങൾ ചിന്തിക്കും ഇത് എന്തൊക്കെയാണ് നടന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ചിലപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് പോകും. ഓക്കെ, ഐ തിങ്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പം അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തേക്കാം. പക്ഷേ ഐ തിങ്ക് അതിനെ നിങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലൈക്ക് ആ പ്രോസസ്സായിട്ട് പോവാം. ഓക്കെ, നടക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് നടന്നോട്ടെ. ഓക്കെ, പ്രശ്നങ്ങൾ വരുന്നു, യെസ് വന്നോട്ടെ. ഓക്കെ, അതിനെ ഓവർകം ചെയ്യുന്നു, ഓക്കെ ഗുഡ്. അങ്ങനെ ആ രീതിക്ക് നിങ്ങൾ എന്ത് വന്നാലും അതിനെ ആ രീതിക്ക് പോസിറ്റീവായിട്ട് എടുത്തു പോയാൽ ഐ തിങ്ക് ഇത് ഇൻട്രസ്റ്റിംഗ് കൂടി ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇത് നടന്നു കഴിഞ്ഞാലും മേ ബി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, ആ രീതിക്ക്. ഓക്കെ, എന്തായാലും വെരി നൈസ്. നമുക്ക് മൂണോളജി ഒറക്കിൾ നിന്ന് എടുക്കാം. ഫുൾ മൂൺ ന്യൂമൂണിൻ്റെ സമയമൊന്നും അല്ല, ബട്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ എനിക്ക് ഇന്നിങ്ങനെ ഇതാണ് എൻ്റെ മൈൻഡിൽ വന്നത്. അപ്പോൾ എന്തെങ്കിലും അഡ്വൈസ് നമുക്ക് ഇവിടുന്ന് എന്താ വരുന്നത് നോക്കാം. യൂണിവേഴ്സ് ഇവിടെ എന്താണ് ഗൈഡൻസ് നിങ്ങൾക്ക് പറയുന്നത്? നമുക്ക് ആ കിട്ടിയ ആൻസേഴ്സുമായിട്ട് ചിലപ്പോൾ മാച്ചായിട്ട് ഇവിടെ വരുമോ നോക്കാം. ദ ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻസേഴ്സ് വരും. ന്യൂ സ്റ്റാർട്ട് ഇസ് കമ്മിങ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും, അത് യൂണിവേഴ്സ് ഇവിടെ അഷുറൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, എന്ത് ആൻസർ ആണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അറിയും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും, കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇവിടെ പറയുന്ന ന്യൂ സ്റ്റാർട്ട് വരും. ആ ഒരു ആൻസർ കിട്ടുമ്പോൾ ഐ തിങ്ക് യെസ് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുന്നതായിട്ട് പറയാം. ന്യൂ മൂണിൻ്റെ സമയമാണ്. ഓക്കെ, ന്യൂ മൂൺ ഇനിയിപ്പോൾ വരാൻ പോകുന്നുണ്ടോ അറിയില്ല. യെസ് ഇല്ല, ഇനിയിപ്പോൾ ഫുൾ മൂണാണ് വരാൻ പോകുന്നത്. ആക്ച്വലി ഇത് ഫുൾ മൂണാണ്. ഓക്കെ, ഇത് ഫുൾ മൂൺ ഉണ്ട്, അത് കഴിഞ്ഞ് ന്യൂ മൂൺ ഉണ്ട്. ഓക്കെ, സോ ഓരോ സൈക്കിൾസ് ആയിട്ട് നമുക്ക് എടുക്കാം, ഓരോ മൂൺ സൈക്കിളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പറയാം മേ ബി. എന്തായാലും ന്യൂ മൂണൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്കൊരു പുതിയ സ്റ്റാർട്ട് വരും എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനും അത് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. നത്തിങ് ഇസ് സെറ്റ് ഇൻ സ്റ്റോൺ. ഓക്കെ, നിങ്ങളത് നടക്കില്ല എന്ന് നിങ്ങളുടെ മുമ്പിൽ ചില കാര്യം. ഓക്കെ, നമ്മൾ ചില സമയത്ത് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സപ്പോസ് ഒരു ജോലിക്ക്, ഞാൻ എക്സാമ്പിൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജോലിക്ക് അപ്ലൈ ചെയ്തു. ഓക്കെ, ജോലിക്ക് അപ്ലൈ ചെയ്തു, പക്ഷേ അവർ സപ്പോസ് വേറൊരാളെ എടുത്തു ഓൾറെഡി എന്ന് നിങ്ങൾ കേട്ടു. ഓക്കെ, അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? ഓക്കെ, കഴിഞ്ഞു, ആ അവസരം പോയി എന്ന് വിചാരിക്കും അല്ലേ. പക്ഷേ ചില സമയത്ത് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ളതാണെങ്കിൽ ഓക്കെ അത് ചിലപ്പോൾ ആ വ്യക്തി ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന വ്യക്തി മീൻസ് എടുത്ത വ്യക്തി ചിലപ്പോൾ ജോയിൻ ചെയ്തില്ല എന്ന് വരും, അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആയില്ല എന്ന് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരു പൊസിഷൻ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആയിട്ട് വന്നിരിക്കും. സോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ അവിടെ നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയെങ്കിലും യൂണിവേഴ്സ് ഉണ്ടാക്കും. ഓക്കെ, സോ അതാണ് പറയുന്നത്. നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രത്തോളം വേണമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മതി, വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുക. എനിക്കിത് കിട്ടണം എന്ന് നിങ്ങൾ ചിന്തിക്കാം. ജോലി ആവണമെന്നില്ല, എന്ത് തന്നെ ആയാലും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വഴി ഒരുക്കി തരും. ഓക്കെ, ഒന്നും ലൈക്ക് ഇപ്പം നമ്മൾ ജാതകം എടുത്ത് നോക്കുന്നു, ഈ ടാരോ എടുത്ത് നോക്കുന്നു, ഇതൊന്നും ലൈക്ക് ഒരിക്കലും മാറില്ല എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. ഓക്കെ, ഞാനല്ല, ഏത് കൊമ്പത്തിരിക്കുന്ന ആരായാലും ശരി, എത്ര വലിയ ആൾക്കാരായാലും ശരി, ആരും പറയില്ല ദറ്റ് ഇത് മാറില്ല എന്ന് ഒരാൾക്കും ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട അതാണ് ദറ്റ് ഇതെല്ലാം മാറി മറിയാൻ ചിലപ്പോൾ ഒരു മിനിറ്റ് മതിയാവും. ഓക്കെ, ഒരു സെക്കൻഡ് മതിയാവും. സോ അത് നിങ്ങളുടെ മനസ്സ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ആൻഡ് യൂണിവേഴ്സിൻ്റെ വിൽ, നിങ്ങളുടെ കർമ്മ എല്ലാം ബേസ് ചെയ്തിരിക്കും. ബട്ട് എന്നാലും ഓക്കെ ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ കണ്ടു, ഓക്കെ അത് അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് സെറ്റ് ഇൻ സ്റ്റോൺ അല്ല, അത് ഒരു എന്താ പറയുക, നമ്മൾ കല്ലിൽ കുത്തിയ പോലെ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഇനിയും മാറാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രോബ്ലംസ് എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ ബെറ്റർ ആയിട്ട് വരും, നിങ്ങൾക്ക് റെസൊല്യൂഷൻ കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, സിറ്റുവേഷൻ ബെറ്റർ ആവും, അതിൽ സൊല്യൂഷൻസ് വരും, ലൈക്ക് വർക്കൗട്ട് ആവും കാര്യങ്ങൾ. ഓക്കെ, അതേത് കാര്യത്തിലായാലും, റിലേഷൻഷിപ്പ് ആയാലും, കരിയർ ആയാലും, വീട്ടിലായാലും, ഫാമിലിയിലോ എന്ത് തന്നെ ആയാലും. ഓക്കെ, മണി പൈസയുടെ ആയാലും എന്ത് തന്നെ ആയാലും. ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ, ഫുൾ മൂൺ ഇൻസൈഡ്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ മനസ്സിൽ ആദ്യം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക.
ഇതിവിടെ 3 നമുക്ക് ഫുൾ മൂൺ വന്നിട്ടുണ്ട്. സോ ഫുൾ മൂൺ ഇവിടെ എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാര്യങ്ങൾ നല്ലോണം മനസ്സിലാക്കുക എന്ന രീതിക്കാണ്. ഐ തിങ്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക്. ഓക്കെ, എന്ത് തന്നെ നിങ്ങൾ സിറ്റുവേഷൻ ആണെങ്കിലും ഐ തിങ്ക് അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ തുടങ്ങും, നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. ഒന്ന് ബിഗർ പിക്ചർ നോക്കാൻ പറയണ്ട. അതായത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല കാര്യങ്ങൾ. ഓക്കെ, ഒന്ന് നന്നായിട്ട് എല്ലാം അനലൈസ് ചെയ്ത്, ചിലപ്പോൾ നമ്മൾ ഓവർ തിങ്കിങ് ഉണ്ട്, ലൈക്ക് നമ്മൾ വെറുതെ ആലോചിച്ച് കൂട്ടിയിട്ട് ചിലപ്പോൾ കുറേ നെഗറ്റീവ് ആലോചിച്ച് കൂട്ടും അല്ലേ. സോ ആ രീതിയിൽ ഇവിടെ ഐ തിങ്ക് നിങ്ങളൊന്ന് കാര്യങ്ങളൊന്ന് ലൈക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന് കുറച്ചൊന്ന് ശാന്തമായിട്ട് ചിന്തിക്കുക, കാര്യങ്ങളെ മനസ്സിലാക്കുക. ഐ തിങ്ക് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ സിറ്റുവേഷൻ ബെറ്റർ ആവും, നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ആരെങ്കിലുമായിട്ട് വഴക്കോ പിണക്കോ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അത് ഫാമിലിയിലാണെങ്കിലും ശരി, ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലായാലും നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് സൊല്യൂഷൻസ് വരും, നിങ്ങൾക്ക് റെസൊല്യൂഷൻ കിട്ടും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് എന്നിവിടെ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. മെഡിറ്റേറ്റ്. ഓക്കെ, നിങ്ങൾ കുറച്ചൊന്ന് ശാന്തമായി ഇരുന്ന് കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, മെഡിറ്റേഷനൊക്കെ പറ്റിയാൽ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് കുറേ യൂണിവേഴ്സിൽ തന്നെ കുറേ നിങ്ങളുടെ മനസ്സിൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വരും. ഓക്കെ, ആൻഡ് ഇവിടെ എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, സോ ചേഞ്ചസ് വരുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യാം നമുക്കത്. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും എന്ന യൂണിവേഴ്സ് ഓൾറെഡി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ ട്രസ്റ്റ് വെക്കുക യൂണിവേഴ്സിൻ്റെ മേലെ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.